ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ബിരിയാണി ആയാലോ? കൂൺ കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കാം. ഒരു ചിക്കൻ ബിരിയാണി ടേസ്റ്റ് നമുക്കൊരു കൂൺ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. നോൺ വെജ് കഴിക്കാത്തവർക്ക് വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കൂൺ ബിരിയാണി. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: മഷ്റൂം, ഒനിയൻ, ഗ്രീൻ ചില്ലി, ഗാർലിക്, ജിഞ്ചർ, ടൊമാറ്റോ, മിന്റ് ലീവ്സ് ആൻഡ് കൊറിയാണ്ടർ ലീവ്സ്. നന്നായി കഴുകി വൃത്തിയാക്കിയ കൂൺ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മഷ്റൂംസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത മഷ്റൂം നമുക്കൊന്ന് മസാല ആക്കി എടുക്കാം. അല്പം കാശ്മീരി മുളക് പൊടി, എരിവുള്ള കുറച്ച് മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് നമുക്ക് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തീരെ വെള്ളം പാടില്ല. കൂണിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ നമ്മൾ കൂണൊക്കെ ഫ്രൈ ചെയ്യാൻ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം എക്സസ് ആയിട്ട് വരും. അതുകൊണ്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള മസാലയാണ് നമ്മൾ ആക്കുന്നത്. ഇപ്പം തന്നെ കണ്ടോ, നമ്മുടെ മഷ്റൂംസ് ഒക്കെ നല്ലോണം വെറ്റായി. ഇനി നമുക്ക് അരി കുതിർത്താൻ വയ്ക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അളവിലുള്ള ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അരി ആദ്യം നന്നായി കഴുകിയ ശേഷം വേണം വെള്ളത്തിൽ കുതിർത്താൻ വയ്ക്കാൻ. അല്ലെങ്കിൽ കുതിർന്ന ശേഷം നമ്മുടെ അരിയൊക്കെ കഴുകുമ്പം അരിയൊക്കെ പൊട്ടിപ്പോവും. ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്ന പോട്ട് എടുക്കാം. അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മഷ്റൂംസ് ഒക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മഷ്റൂംസ് ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. തക്കാളി, സവാള, ഗാർലിക്, ജിഞ്ചർ, പിന്നെ പച്ചമുളകും. ഇതുപോലെ സവാള അരിഞ്ഞ് കുറച്ച് മാറ്റി വയ്ക്കാം. പിന്നെ പുതിനയിലയും മല്ലിയിലയും. ആദ്യം നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒന്ന് അരച്ചെടുക്കാം. അല്പം മാത്രം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മഷ്റൂം ഫ്രൈ ചെയ്ത അതേ എണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം 2 കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അല്പം ചെറിയ ജീരകവും കുരുമുളകും ഇട്ട് കൊടുക്കാം. നമ്മുടെ ജീരകമൊക്കെ ഒന്ന് ഫ്രൈ ആയാൽ മതി. ഇനി അല്പം നേരത്തെ മാറ്റി വെച്ച സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും അരച്ച് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ സവാളയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിയണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്നാവട്ടെ. നമുക്ക് തക്കാളി, പുതിനയിലും മല്ലിയിലും അരച്ചിടുക. നമ്മുടെ സവാളയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച് തക്കാളി, പുതിനയില, മല്ലിയില മിക്സ് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി തക്കാളി സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞു വരണം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് നേരത്തെ മാറ്റി വെച്ച് മഷ്റൂംസ് ആഡ് ചെയ്ത് കൊടുക്കാം.
ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള വെള്ളം സെപ്പറേറ്റ് നമ്മൾ തിളപ്പിച്ച ശേഷം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇതിലേക്ക് നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. നേരത്തെ മാറ്റി വെച്ചതിൽ കുറച്ച് സവാള കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പം തന്നെ നമ്മുടെ അരിയൊക്കെ ഒരു 60% വെന്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കുതിർത്തിയെടുത്ത അരി ആയതുകൊണ്ട് വേഗം തന്നെ ആയി കിട്ടും. ചോറിലേക്ക് വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബിരിയാണി ഓൾമോസ്റ്റ് ഇവിടെ റെഡിയായി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണ് ഈ ബിരിയാണി. ഈ സമയത്ത് നമുക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സൺഫ്ലവർ ഒഴിക്കുന്ന കൂട്ടത്തിൽ അല്പം നെയ്യ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മല്ലിയില പുതിനയില ഇട്ടിട്ട് നമുക്കൊരു 2 മിനിറ്റ്സ് ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ കൂൺ ബിരിയാണി? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായോ, എങ്ങനെയുണ്ട് എൻ്റെ ബിരിയാണി എന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. Thank you for watching.